വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാം എന്നതിനുള്ള ഒരു ഉദാഹരണമായാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ വെല്ലുവിളികൾ നേരിടാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ആണ് ഉള്ളത്? ഇവിടെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ പൊതുവായി നേരിടുന്ന വെല്ലുവിളികളാണ് പറയുന്നത്. വ്യത്യസ്ത സൊസൈറ്റികൾക്ക് വേറെ വേറെ വെല്ലുവിളികളാണ് നേരിടുന്നത്. അതായത് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഹൗസിംഗ് സെക്ടറിൽ ഒരുപാട് വെല്ലുവിളികൾ അത്തരം സൊസൈറ്റികൾ നേരിടാറുണ്ട്. അതുപോലെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ആ സൊസൈറ്റികളിലും ഒരുപാട് വ്യത്യസ്തമായ വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ പൊതുവായി കോഓപ്പറേറ്റീവ് മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരങ്ങൾ ഈ ചോദ്യത്തിന് പറയാൻ വേണ്ടി സാധിക്കും എന്ന് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത് കുടിശ്ശിക കൂടി വരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. കൃത്യമായ പലിശ വരുമാനം സമയത്ത് കിട്ടാത്തതും കൂടാതെ അത് വായ്പ എടുത്ത വ്യക്തി ഗഡുക്കളായി സമയത്ത് അടക്കാത്തതും കൂടാതെ പലിശയിന്മേൽ വീണ്ടും പീനൽ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വന്ന് അതൊരു വലിയ എമൗണ്ടായി മാറുന്നതും ബാങ്കിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ തിരിച്ചടവ് ഇല്ലാത്തത് കാരണം ഇത്തരം വായ്പകൾ കുടിശ്ശികയായി മാറുന്നത് വലിയൊരു തലവേദനയാണ്. ഇതിന്റെ കൂടെ പറയാവുന്ന ഒരു കാര്യമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ശരിക്കും ബാങ്കുകൾക്ക് നഷ്ടമാണ്. എന്തുകൊണ്ടാണ് ബാങ്കുകൾക്ക് നഷ്ടം എന്ന് പറയുന്നത്? കാരണം ഒരു വ്യക്തി എടുത്ത ലോൺ കുടിശ്ശിക ആയിക്കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണമെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ ലോൺ എമൗണ്ട് കൂടാതെ ഇതുവരെ ഉണ്ടായ പലിശ മുഴുവൻ റിക്കവറി നടപടികളിലൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ KCS ആക്ടിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ കോടതികൾ ഉള്ള ഒരേയൊരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റികൾക്ക് കേസ് കൊടുക്കാവുന്നത് ഇത്തരം കോടതികളിലാണ് കഴിയുക. അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ലോൺ എടുത്ത വ്യക്തികൾക്ക് കൂടുതൽ ഇളവുകൾ കൊടുത്തുകൊണ്ട് അവരെ ലോൺ അടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ശരിക്കും ആളുകൾ ഈ ഒരു കാര്യം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നും സംശയമാണ്. ലോണിന്റെ കാലാവധി മനഃപൂർവ്വം നീട്ടിവാങ്ങുകയും കൂടാതെ വിവിധ പലിശ ഇളവുകൾ നേടുകയും വഴി സൊസൈറ്റികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നഷ്ടമാണ്. മറ്റു കോടതികളിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ടും കൂടാതെ അതിന്റെ പലിശയും പൂർണ്ണമായും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ KCS ആക്ടിൽ ഇത്തരം കോടതികൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് അല്പം ആശ്വാസം കൊടുക്കുക എന്നത് കണക്കിലെടുത്തും കൂടാതെ ബാങ്കിന്റെ കാലാകാലങ്ങളായി കിടക്കുന്ന കിട്ടാക്കടം കുറച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയും ആണ് ഇത്തരം പദ്ധതികളുടെ ലക്ഷ്യം. ഇത്തരം പദ്ധതികൾ ഗുണകരമാവുമെങ്കിലും മാസങ്ങളോളം എടുക്കുന്ന മെല്ലെപ്പോക്ക് ഒരു പോരായ്മയാണ്. കാരണം നിലവിൽ ഉള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണത്തിന് ആനുപാതികമായി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ അതിന് ആനുപാതികമായ സ്റ്റാഫ് ഇല്ല എന്നതാണ്. കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട്, അതായത് കുറച്ചു മാത്രം ആളുകൾ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സമയത്തിന് അനുസരിച്ച് മാത്രമേ ഇത്തരം
പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. തിരിച്ചടക്കാൻ കഴിയാത്ത വിധം ഒരു ഇടപാടുകാരൻ ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് അവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കേണ്ടത്. പലിശ ഇളവ് പ്രഖ്യാപിക്കുന്നത് സർക്കാരിന്റെ ഒരു ആചാരമായി നിലനിൽക്കുമ്പോൾ ഈ ഇളവ് നേടാൻ വേണ്ടി മാത്രം കുടിശ്ശികയാക്കുന്ന വായ്പക്കാർ ഉണ്ടാകാറുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മനഃപൂർവ്വം ചില കസ്റ്റമർ എടുത്ത ലോൺ തിരിച്ചടക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം കിട്ടും എന്ന് കരുതി പലിശ അടക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പ്രവണത ഉണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, കളക്ഷൻ ഏജന്റുമാരെ വെച്ച് കൃത്യസമയത്ത് കുടിശ്ശിക പിരിക്കാനുള്ള നടപടികൾ ബാങ്ക് ചെയ്യണം. അതിനു വേണ്ടിയുള്ള കമ്മീഷൻ അവർക്ക് അതിൽ നിന്നും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും കൃത്യമായി ലോൺ അടക്കാവുന്ന രീതിയിൽ കളക്ഷൻ ഏജന്റുമാരെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ബാങ്കിലെ കുടിശ്ശിക കൂടി വരുന്നത് ഒരു പരിധിവരെ കുറക്കാനും കൂടാതെ കളക്ട് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് പുതുതായി ലോൺ കൊടുക്കുവാനും സാധിക്കും. ന്യൂ ജനറേഷൻ ബാങ്കുകൾ പലിശ കൃത്യമായി പിരിച്ചെടുക്കുകയും കാലാവധിക്ക് മുമ്പ് ആർബിട്രേഷൻ നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം രീതി സഹകരണ ബാങ്കുകളും സ്വീകരിക്കേണ്ടതുണ്ട്. അടുത്ത പോയിന്റായി പറയാവുന്നതാണ് റിക്കവറി നടപടികൾ കാര്യക്ഷമമാകുന്നില്ല. അതായത് വായ്പ കുടിശ്ശികയായി കഴിഞ്ഞാണ് റിക്കവറി നടപടിയിലേക്ക് സഹകരണ സംഘങ്ങളും ബാങ്കുകളും കടക്കുന്നത്. വാണിജ്യ ബാങ്കുകൾ കുടിശ്ശികയാവുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള ഒരുക്കം തുടങ്ങും. സഹകരണ ബാങ്കുകളിലെ റിക്കവറി നടപടികൾ സഹകരണ വകുപ്പിൽ നിന്നുള്ള പിന്തുണയും കുറവാണ്. സർക്കാരിന്റെ വിവിധ നയങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട്. പണ്ട് ഉള്ളതിനേക്കാൾ ഒരുപാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ ഒരുപാട് ബ്രാഞ്ചസും ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. അതിനനുസരിച്ചുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥർ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം പണ്ട് മുതലേ ഉള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള സമയത്തല്ല ഇത്തരം ആളുകളെ ലഭിക്കുന്നത്. എപ്പോഴാണോ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് സമയം ഉള്ളത് ആ സമയത്ത് മാത്രമേ റിക്കവറി പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഇത് റിക്കവറി നടപടികൾ സാവധാനത്തിൽ ആക്കുന്നതിന് കാരണമാകും. ഇതിന്റെ സജഷൻ ആയി നിങ്ങൾക്ക് പറയാവുന്നതാണ്, പലപ്പോഴും സ്റ്റാഫിന്റെ പരിമിതി മൂലം കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം വളരെ കുറവാണ്. അത് കൂട്ടാൻ വേണ്ടി സഹകാരികളും കൂടാതെ വിവിധ കോഓപ്പറേറ്റീവ് സംഘടനകളും കൂടി ചേർന്ന് ഇത്തരം നടപടികൾ വേഗത്തിൽ ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് സഹകരണ സംഘങ്ങളിൽ സർക്കാർ കടം കൂടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. സർക്കാരും സഹകരണ സ്ഥാപനങ്ങളും ഒരുപോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലമാണ് കടന്നു പോകുന്നത്. സർക്കാർ കുടിശ്ശിക കൂടുന്നതും സർക്കാർ അതുപോലെ സഹകരണ സംഘം പങ്കാളിത്ത പദ്ധതിയിൽ സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്തതുമാണ് സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഓരോ വർഷവും സർക്കാർ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഫണ്ട് കടമായി വാങ്ങാറുണ്ട്. അത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു പോരായ്മയാണ് കാണുന്നത്. വിവിധ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്നും ഇതുവരെ 7,000 കോടി രൂപയാണ് ഗവൺമെന്റ് കളക്ട് ചെയ്തത്. ഗവൺമെന്റിന്റെ കടമെടുപ്പ് പരിധി സെൻട്രൽ ഗവൺമെന്റ് കുറക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഇത്തരം കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്നും ഇനിയും കടം വാങ്ങിക്കൊണ്ടിരിക്കും. ഇതിന് കൃത്യമായ പലിശ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുമെങ്കിലും വാങ്ങിയ കടം എപ്പോൾ തിരിച്ചു കൊടുക്കും എന്നതിൽ യാതൊരു ഉറപ്പും ഇല്ല. സൊസൈറ്റിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ കടം കൊടുത്ത എമൗണ്ട് ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. അതുപോലെ
സെക്ഷൻ 57 പറയുന്ന കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ എന്താണ് പറയുന്നത്? മുമ്പ് കരിവന്നൂർ ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ സർക്കിളിൽ ഉള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ അടക്കം ഉള്ള ഒരു കൂട്ടം സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് കടം വാങ്ങുകയും ആ കടത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകുകയുമാണ് ചെയ്തത്. അതിനുശേഷം ആ ബാങ്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഗവൺമെന്റ് സ്വന്തം നിലയ്ക്ക് ഫണ്ട് കൊടുത്ത് അത്തരം സൊസൈറ്റികളെ സഹായിക്കുന്നതിനു പകരം ഇത്തരം കൺസോർഷ്യം വഴി ഫണ്ട് കൊടുക്കുമ്പോൾ സൊസൈറ്റികൾക്ക് ഇതൊരു പ്രതിസന്ധിയാണ്. ആ ഫണ്ട് സംഘങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്ന് തിരിച്ചു കിട്ടുകയില്ല. ഇതിന്റെ സജഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ് സഹകാരികളും അതുപോലെ ഈ മേഖലയിലെ കോപ്പറേറ്റീവ് സംഘടനകളും ഇടപെട്ട് ഇത്തരം ഫണ്ടുകൾ വേഗത്തിൽ കിട്ടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താവുന്നതാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് സഹകരണ സംഘങ്ങൾ മാസ നിക്ഷേപ പദ്ധതി എന്ന രീതിയിൽ നടത്തുന്ന ചിട്ടിയുടെ പൈസ സമയത്ത് കിട്ടാത്തത്. ഇതൊരു വെല്ലുവിളിയായി പറയാൻ സാധിക്കില്ല, മറിച്ച് സൊസൈറ്റികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി മാത്രമായാണ് ഈ ഒരു കാര്യം പറയാവുന്നത്. മറ്റൊരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഒരു ചിട്ടിയിൽ ഒരു നിശ്ചിത വരിക്കാർ ഉണ്ടാകും. ചിട്ടിയിൽ അംഗമാകുന്നവർ മുടക്കമില്ലാതെ തവണകൾ അടച്ചാൽ മാത്രമേ ചിട്ടി പിടിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ശരാശരി 60% മുതൽ 70% വരെയുള്ള ആൾക്കാർ മാത്രമേ സഹകരണ സംഘങ്ങളിൽ ചിട്ടികളിൽ കൃത്യമായി തവണകൾ അടക്കുന്നവർ ഉള്ളൂ. മാത്രമല്ല ഇവർ തന്നെ 1-2 തവണകൾ അടച്ച ശേഷം മുടക്കം വരുത്തുന്ന പ്രവണതയുണ്ട്. ഇത്തരത്തിൽ ചിട്ടി തവണകളിൽ അടവ് വന്നില്ലെങ്കിൽ അത് സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. ചിട്ടി വിളിച്ചെടുക്കുന്നവർക്ക് സംഘത്തിന്റെ നിക്ഷേപത്തിൽ നിന്നും പണം എടുത്തു നൽകേണ്ടി വരും. ഇത് പലിശ ലഭിക്കാത്ത ഇടപാടാണ്. ആ നഷ്ടം സംഘത്തിലെ ജീവനക്കാരോ ഭരണസമിതി അംഗങ്ങളോ പരിശോധിക്കാറില്ല. ഓരോ ചിട്ടിയിൽ നിന്നും ലഭിക്കുന്ന കമ്മീഷൻ മാത്രമാണ് ബാങ്കിന്റെ പരിഗണനാ ഘടകം. കമ്മീഷനേക്കാൾ നഷ്ടം ചിലപ്പോൾ ചിട്ടിയിൽ തവണകൾ കൃത്യമായി അടക്കാത്തതിനാൽ ഉണ്ടാവും. ഈ ഒരു കാര്യത്തിൽ ചിട്ടിയിൽ ചേർന്ന ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ കളക്ഷൻ ഏജന്റുമാരെ കൊണ്ട് ഇതിലേക്ക് പൈസ അടക്കുവാനുള്ള നടപടികൾ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാന പോയിന്റായി പറയാവുന്നതാണ് സഹകരണ സംഘങ്ങൾക്ക് GST ബാധകമാക്കിയത്. അംഗങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് GST ഈടാക്കുന്നത് വഴി സേവനങ്ങളുടെ വില കൂടുന്നു. ബാങ്കിംഗ് സേവനങ്ങൾക്ക് 18% GST നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ അംഗങ്ങൾക്ക് ബാധ്യതയാണ്. കൃത്യസമയത്ത് റിട്ടേണുകൾ ഫയൽ ചെയ്യുക, ബില്ലുകൾ തയ്യാറാക്കുക തുടങ്ങിയവയ്ക്ക് പ്രത്യേക ജീവനക്കാരെയോ സാങ്കേതിക വിദ്യയോ ആവശ്യമാണ്. ഇത് ചെറിയ സഹകരണ സംഘങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. ലാഭത്തിനല്ല, മറിച്ച് അംഗങ്ങളുടെ പരസ്പര സഹായത്തിനാണ് ഇത്തരം സംഘങ്ങൾ മുൻഗണന നൽകുന്നത്. ഈ സേവനങ്ങൾക്ക് നികുതി ഈടാക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. GST വരുമ്പോൾ അതിന്റെ ഭാരം മുഴുവൻ ബാങ്കിൽ വരുന്ന കസ്റ്റമറെയാണ് ബാധിക്കുന്നത്. അവർ സേവനങ്ങൾക്ക് അധിക പണം മുടക്കേണ്ടി വരും. ഇതിന്റെ സജഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമായി ഇത്തരം ഒരു GST ഇളവ് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരം GSTയിൽ നിന്നും സൊസൈറ്റികളെ, അതായത് പ്രാഥമിക സഹകരണ ബാങ്കുകളെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ GST നിരക്ക് ഇത്തരം സൊസൈറ്റികളിൽ ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ്. അടുത്ത പോയിന്റായി പറയാവുന്നതാണ് TDS. ആദായ നികുതി നിയമപ്രകാരം TDS ബാധകമാക്കിയത്. അതായത് ഈ TDS മൂലം
ഓരോ മാസവും ടി ഡി എസ് കൃത്യമായി പിടിച്ച് സർക്കാരിലേക്ക് അടക്കുകയും റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും വേണം. ഇത് ചെറിയ സംഘങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാണ്. പണം പിൻവലിക്കുമ്പോൾ നികുതി ഈടാക്കുന്നത് സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണലഭ്യതയെ ബാധിക്കും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. നികുതി പരിധിയിൽ വരാത്ത ചെറിയ നിക്ഷേപകർ പോലും ടി ഡി എസ് പിടിക്കുമ്പോൾ പിന്നീട് അത് റീഫണ്ട് ലഭിക്കാൻ വേണ്ടി അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരും. അതുപോലെ തന്നെ ആദായനികുതി നിയമത്തിലെ മാറ്റങ്ങൾ. സഹകരണ സംഘങ്ങൾക്ക് ആദായനികുതി ഇളവ് നൽകുന്ന സെക്ഷൻ 80 വകുപ്പിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ വലിയ വെല്ലുവിളിയാണ്. നിക്ഷേപ പലിശയ്ക്ക് ടി ഡി എസ് ഈടാക്കുന്നത് സാധാരണക്കാരായ നിക്ഷേപകരെ സഹകരണ ബാങ്കുകളിൽ നിന്നും അകറ്റാൻ കാരണമാകുന്നു. ഇതിന്റെ കൂടെ പറയാവുന്ന ഒന്നാണ്, സഹകരണ സംഘങ്ങൾക്ക് പണം പിൻവലിക്കുമ്പോൾ ടി ഡി എസ് നൽകേണ്ട പരിധി 3 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഈ പരിധിക്ക് മുകളിലുള്ള തുകയ്ക്ക് 2% ടി ഡി എസ് നൽകണം. അതുപോലെ തന്നെ വാർഷിക വിറ്റുവരവ് ഒരു നിശ്ചിത എമൗണ്ട് കടന്നു കഴിഞ്ഞാൽ അതിന്മേൽ ടി ഡി എസ് പിടിക്കണം എന്ന ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയുടെ നിക്ഷേപത്തിന് പലിശ കൊടുക്കുമ്പോൾ അതിന്മേൽ ടി ഡി എസ് കട്ട് ചെയ്യുന്ന അവസ്ഥ. സാധാരണ അംഗങ്ങൾക്ക് നൽകുന്ന പലിശയ്ക്ക് പൊതുവെ ഇളവുകൾ ഉണ്ടെങ്കിലും വലിയ സംഘങ്ങളിൽ നിക്ഷേപകർ ഇടുന്ന എമൗണ്ടിന് പലിശ കൊടുക്കുകയാണെങ്കിൽ അത് 50,000 രൂപയ്ക്ക് മേലെ ആണെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇത് മുതിർന്ന പൗരന്മാർ ആണെങ്കിൽ 1,00,000 രൂപയാണ് അവരുടെ ലിമിറ്റ്. ഇതൊക്കെ സൊസൈറ്റികൾക്ക് ഒരു വെല്ലുവിളിയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ സജഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുകൾ എടുക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് അമിത നിയന്ത്രണാധികാരം. അതായത് ബാങ്കിംഗ് നിയമ ഭേദഗതിയിലൂടെ സഹകരണ ബാങ്കുകളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണം വാണിജ്യ ബാങ്കുകൾക്ക് സമാനമാക്കിയത്. അതായത് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പലവിധ നിയന്ത്രണങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മേൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്നാണ് ബാങ്ക് എന്ന പദം. റിസർവ് ബാങ്ക് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നതിനും വോട്ടവകാശമില്ലാത്ത അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതിനും ഏർപ്പെടുത്തിയ നിയന്ത്രണം ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് RBIയുടെ പത്രപരസ്യം കാണാറുണ്ട്. 2020 കൊണ്ടുവന്ന ബാങ്കിംഗ് നിയമത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്ത ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക വഴി പൊതുജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം രീതികളൊക്കെ. ഇതിന്റെ കൂടെ പറയാവുന്ന ഒരു കാര്യമാണ് നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഇല്ല എന്ന RBIയുടെ പരസ്യം. ഇത്തരം പരസ്യത്തോടൊപ്പം കാണുന്ന മറ്റൊരു കാര്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് DICGCയുടെ ഒരു ഗ്യാരണ്ടിയും ഇത്തരം സൊസൈറ്റികൾക്ക് കൊടുക്കുന്നില്ല എന്നത്. ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യമായാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ സജഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് RBI ആക്ട് അല്ലെങ്കിൽ ബാങ്കിംഗ് കമ്പനീസ് ആക്ട്, അത് കഴിഞ്ഞ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് വന്നു. കൂടാതെ അത്തരം ആക്ടിൽ തന്നെ പലവിധ ഭേദഗതികളും വന്നു. എന്നാൽ RBI ആക്ട് അതുപോലെ BR ആക്ട് എന്നിവ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ബാങ്ക് എന്ന പദം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ RBI ആക്ട് അല്ലെങ്കിൽ BR ആക്ട് വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് എന്ന പദമുള്ള ഇത്തരം സൊസൈറ്റികളുടെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഇതുവരെ ഒരു നടപടിയും ഉപയോഗിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മേലെയും ഇതുവരെ റിസർവ് ബാങ്ക്
ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ RBI ഗ്യാരണ്ടി കൊടുക്കുന്നില്ലെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് 5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് 10 ലക്ഷം ആക്കി ഉയർത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു മാനദണ്ഡം പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് 10 ലക്ഷം ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിബന്ധനകൾ ആണ് അതിൽ ഉള്ളത് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് പോണം. ഇത് പറയാൻ വേണ്ടി കാരണം 5 ലക്ഷം എന്ന പരിധി 10 ലക്ഷം ആക്കി ഉയർത്തിയപ്പോൾ അവിടെ നിക്ഷേപകൻ തന്നെ തന്റെ നിക്ഷേപത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിക്ഷേപകൻ തന്നെ ഇൻഷുറൻസ് അടക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ അതിൽ പറയുന്നുണ്ട്. ഇത് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശത്തിന് കാരണമാകും. സ്വന്തം നിക്ഷേപത്തിന് നിക്ഷേപകൻ തന്നെ ഇൻഷുറൻസിന് പൈസ മുടക്കി അത് സുരക്ഷിതമാക്കുക എന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഇത് സൊസൈറ്റികളിൽ നിക്ഷേപം കുറയാൻ കാരണമാകും. ഈ വീഡിയോ ചെയ്യുന്നതുവരെ അതിന്മേൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. അതായത് 5 ലക്ഷം രൂപ എന്നത് 10 ലക്ഷം രൂപയാക്കി എന്ന് ഉത്തരവുണ്ടെങ്കിലും അതിലെ കണ്ടീഷൻസ് വ്യക്തമായി പുറത്തു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വേണം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ആധുനികവൽക്കരണത്തിന്റെ കുറവ്. അതായത് നെറ്റ് ബാങ്കിങ്, മൊബൈൽ ആപ്പ് തുടങ്ങിയ ആധുനിക ബാങ്കിങ് സൗകര്യങ്ങൾ പല പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ഇന്നും പൂർണ്ണമായി ലഭ്യമായിട്ടില്ല. പുതിയ തലമുറയെ ആകർഷിക്കാൻ ഇത് തടസ്സമാകുന്നു. പല ബാങ്കുകളിലും മൊബൈൽ ബാങ്കിങ് ഉണ്ട് എങ്കിലും അത് 24 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഉള്ളത്. മറിച്ച് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ അതിൽ കൊടുക്കുന്നുള്ളൂ. കാലത്തിനൊപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ സഹകരണ സംഘങ്ങൾ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഇതിന്റെ സജഷൻ ആയി നിങ്ങൾക്ക് പറയാവുന്നത് കോമൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കോർ ബാങ്കിങ് സൊല്യൂഷൻ വഴി കേരളത്തിലെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും ബന്ധിപ്പിക്കുക വഴി ബാങ്കിങ് സേവനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത പോയിന്റായി പറയാവുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കടന്നുകയറ്റം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത്. കേന്ദ്ര നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് കേരളത്തിലെ സഹകരണ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണമില്ല. ഇവയിൽ പലതും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും പിന്നീട് തകരുകയും ചെയ്യുന്നത് കേരളത്തിലെ വിശ്വസ്തമായ സഹകരണ മേഖലയുടെ പേരിനെ ദോഷകരമായി ബാധിക്കുന്നു. ഹൈക്കോടതി വിധിയിലൂടെ നിയന്ത്രണങ്ങൾ നീങ്ങിയത് മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ പ്രവർത്തനത്തിന് വഴിയൊരുക്കുകയും പ്രാദേശിക സംഘങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ കേരളത്തിലെ സംഘങ്ങളെക്കാൾ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് പ്രാദേശിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം കുറയാൻ കാരണമാകുന്നു. ഇതിന്റെ സജഷൻ ആയി നിങ്ങൾക്ക് പറയാവുന്നത് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് തടയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇത്തരം സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ കേരളത്തിലെ സൊസൈറ്റികളാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് തോന്നുന്ന മറ്റു കാര്യങ്ങളും പറയാവുന്നതാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് കേന്ദ്ര നയങ്ങളും നിയമങ്ങളും. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നാഷണൽ കോപ്പറേറ്റീവ് പോളിസി കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025 പ്രകാരം പ്രാഥമിക സംഘങ്ങൾ കേന്ദ്രത്തിന്റെ ഏകീകൃത ബൈലോ അംഗീകരിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി കേരളം കാണുന്നു. സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള സഹകരണ സംഘങ്ങളിൽ കേന്ദ്ര ഇടപെടൽ വർദ്ധിക്കുന്നത് ഫണ്ട് വിനിയോഗത്തെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും
ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ പറയാവുന്ന ഒരു പോയിന്റാണ് കേന്ദ്ര സംസ്ഥാന നയങ്ങൾ തമ്മിലുള്ള തർക്കം. സഹകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും അതുപോലെ സംസ്ഥാനവും തമ്മിലുള്ള പലവിധ തർക്കങ്ങൾ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റായി പറയാവുന്നത് അഴിമതി കൂടുന്നതും വിശ്വാസ്യത കുറയുന്നതും. അതായത് ഇത്തരം മേഖലകളിൽ ഉണ്ടാവുന്ന അഴിമതികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വേഗത്തിലുള്ള ശിക്ഷ കൊടുക്കാത്തത് ഈ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് വളരെയധികം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഒരു വിജിലൻസ് സംവിധാനം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. പലപ്പോഴും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകൾക്ക് അവരുടെ സ്റ്റാഫിന്റെ പരിമിതി മൂലം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൂടാതെ അവരുടെ ബ്രാഞ്ചസിലും ഉള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുവാനുള്ള സമയം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് അഴിമതികളും മറ്റു കാര്യങ്ങളും പിടിക്കപ്പെടുന്നില്ല എന്നത് ഒരു ഗൗരവമേറിയ വിഷയമാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് കാർഷിക വായ്പകളിലെ കുറവ്. നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കൃഷിഭൂമി കുറഞ്ഞു വരികയാണ്. അതുപോലെ കൃത്യമായ നഷ്ടപരിഹാരവും മറ്റും ലഭിക്കാത്തതുകൊണ്ട് പല ആളുകളും കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. കാർഷിക ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വീണ്ടും അടുത്ത കൃഷിക്കായി കർഷകർ ഇറങ്ങാറുണ്ട്. എന്നാൽ കാർഷിക ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കൊടുക്കുന്ന വായ്പകൾ കാർഷിക വായ്പ ആണെങ്കിൽ അത് കാർഷിക ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും പരിശോധിക്കേണ്ട ഒരു സംവിധാനം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ കാർഷിക വായ്പ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കുടിശ്ശിക വളരെയധികം കൂടാനുള്ള സാധ്യത ഇവിടെയുണ്ട്. കേരളത്തിലെ മൊത്തം സഹകരണ വായ്പകളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ കൃഷിക്കായി നൽകുന്നത്. കൃഷിഭൂമിയുടെ കുറവും നഗരവൽക്കരണവും ഈ മേഖലയിലെ സഹകരണ ഇടപെടലുകൾ കുറയാൻ കാരണമായിട്ടുണ്ട്. സഹകരണ മേഖല വിവിധങ്ങളായ വായ്പകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിനോട് മത്സരിക്കാൻ പാകത്തിനുള്ള വായ്പകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ വൈവിധ്യമായ രീതിയിലുള്ള വായ്പകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അടുത്ത പോയിന്റായി പറയാവുന്നത് യുവതലമുറയുടെ പങ്കാളിത്തം. പഴയ രീതിയിലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾ പുതിയ തലമുറയെ ആകർഷിക്കുന്നില്ല. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങളായ ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിംഗ് എന്നിവ നടപ്പാക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ പിന്നിലാണ്. ഇത്തരം സൗകര്യങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉണ്ട് എങ്കിലും അത് പൂർണ്ണമായി നടപ്പാക്കുവാനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമായി പ്രത്യേകം ഒരു വാലറ്റ് സംവിധാനം കൊണ്ടുവരാതിരിക്കുന്നതും ഇത്തരം മേഖലകളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റായി പറയാവുന്നത് രാഷ്ട്രീയ സ്വാധീനം. നമുക്കറിയാം സഹകരണ മേഖലയിൽ രാഷ്ട്രീയത്തിന് സ്വാധീനം കൂടുതലാണ്. നമ്മൾ കോപ്പറേറ്റീവ് മേഖലയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നുള്ളത്. എന്നാൽ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ അമിത സ്വാധീനം പല കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും കാണാവുന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രമായി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ലോണുകൾ നേടിയെടുക്കുന്നതിന് മാത്രമായി ഇത്തരം സൊസൈറ്റികളെ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വായ്പകളിൽ മാത്രമല്ല, അവിടെ നടക്കുന്ന നിയമനങ്ങളും വളരെയധികം ദോഷകരമായി ബാധിക്കാറുണ്ട്. ഭരണസമിതി അംഗങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ പലപ്പോഴും ബാങ്കിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുകളിലാവുന്നു. ഇത് അനാവശ്യമായ വായ്പകൾ അനുവദിക്കുവാനും തിരിച്ചടവ് മുടങ്ങുമ്പോഴും നടപടി എടുക്കാതിരിക്കാനും കാരണമാകുന്നു. അടുത്ത പോയിന്റായി പറയാവുന്നത് ഓഡിറ്റിംഗിലെ അപര്യാപ്തത. കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ ശക്തമായ ഓഡിറ്റിംഗ് സംവിധാനം സഹകരണ മേഖലയിൽ ഇല്ല. ഓഡിറ്റുകൾ പലപ്പോഴും വൈകുന്നതും മേജർ ഡിഫക്റ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അഴിമതി വർദ്ധിക്കാൻ ഇടയാക്കുന്നു. അടുത്ത പോയിന്റായി പറയാവുന്നത് നിക്ഷേപ തിരിച്ചടവ് മുടങ്ങൽ. നമുക്കറിയാം
കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നമുക്ക് നിക്ഷേപത്തിന് പരിരക്ഷയുണ്ട്. എന്നാൽ അത്തരം സൊസൈറ്റികൾ തകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ അഴിമതി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപം കാലാവധി ആകുന്നതിന് മുമ്പേ ആ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചോദിക്കുമ്പോൾ തരാത്ത അവസ്ഥ വരുമ്പോൾ ആ ഒരു കാര്യം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. കസ്റ്റമർ ചോദിക്കുമ്പോൾ അവരുടെ ഡെപ്പോസിറ്റ് ആവശ്യാനുസരണം അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സൊസൈറ്റികൾക്ക് കഴിയണം. അഥവാ സൊസൈറ്റികൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഡെപ്പോസിറ്റ് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഗ്യാരണ്ടി ബോർഡിന് കഴിയണം. അല്ലാതെ ആ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്നതുവരെ ഒരിക്കലും ഒരു കസ്റ്റമറെയും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ശരിക്കും ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് എത്രയും പെട്ടെന്ന് ഗ്യാരണ്ടി ബോർഡുകൾ വഴി, അതായത് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ അത് അവരുടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡ് വഴി എത്രയും പെട്ടെന്ന് കസ്റ്റമറിന് കൊടുക്കുക എന്നതാണ്. അതിനുശേഷം ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന തുക മുഴുവൻ ഗ്യാരണ്ടി ബോർഡിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപകർക്ക് താൽപര്യം വർദ്ധിക്കുകയുള്ളൂ. കരിവന്നൂർ ഇഷ്യൂ ഉണ്ടായപ്പോൾ എല്ലാവരും അത് കണ്ടതാണ്. നിക്ഷേപകർക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതായി വന്നു തങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ടൈം ലിമിറ്റ് തീർച്ചയായിട്ടും വെക്കേണ്ടതാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ അഴിമതി നടന്നാലോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടും ആവട്ടെ നമ്മുടെ ഡെപ്പോസിറ്റ് തീർച്ചയായിട്ടും ആ സൊസൈറ്റിക്ക് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ബോർഡ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉടനെ ഏർപ്പാടാക്കേണ്ടതാണ്. അത് അപേക്ഷ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ ഒക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ അത് കിട്ടാൻ വേണ്ടി വളരെയധികം വൈകുന്നുണ്ട്. അടുത്ത പോയിന്റായി പറയാവുന്നത് ഭരണപരമായ പോരായ്മകൾ, അതായത് പ്രൊഫഷണലിസത്തിന്റെ കുറവ്. പല പ്രാഥമിക സംഘങ്ങളിലും ജീവനക്കാരുടെ നിയമനം ശാസ്ത്രീയമല്ല. ആധുനിക ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മാനേജ്മെന്റുകളിലും വിദഗ്ധരായ ജീവനക്കാരുടെ കുറവ് സ്ഥാപനത്തിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റായി പറയാവുന്നത് വിപണിയിലെ മത്സരവും മാറുന്ന പ്രവണതകളും. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ കടന്നുകയറ്റം. സ്വകാര്യ ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ആകർഷകമായ സ്കീമുകളും വേഗത്തിലുള്ള സേവനങ്ങളുമായി ഗ്രാമപ്രദേശങ്ങളിൽ പോലും എത്തുന്നത് സഹകരണ സംഘങ്ങളുടെ വിപണി വിഹിതം കുറയ്ക്കാൻ കാരണമാകുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായാണ് ടൗണുകളിലൊക്കെ ഇപ്പോൾ പുതിയ ഗോൾഡ് ലോൺ സംരംഭങ്ങൾ ആരംഭിച്ചത്. ഇപ്പോഴത്തെ പരസ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്വകാര്യ ധനകാര്യ ഗോൾഡ് ഇടപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയതായി കാണാൻ വേണ്ടി സാധിക്കും. ഇവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് ഏകീകൃത ബാങ്കിംഗ് സോഫ്റ്റ്വെയറിന്റെ അഭാവം. കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളെയും ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതുവരെ പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഇത് ഇന്റർ ബാങ്ക് ഇടപാടുകൾക്ക് തടസ്സമാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് തോന്നുന്ന മറ്റു കാര്യങ്ങളും ഇതിന്റെ കൂടെ പറയാവുന്നതാണ്. അതുപോലെ കോപ്പറേറ്റീവ് മേഖലയിൽ വരുത്താവുന്ന ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഏതൊക്കെയാണ് അവ? കാർഷിക ടൂറിസം മേഖലകളിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും ഒട്ടേറെ സാധ്യതകളാണ് ഉള്ളത്. ചെറു കൂട്ടായ്മകളിലൂടെയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും പ്രവർത്തന പരിധിയിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തി അവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ സംഘങ്ങൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ വിഭവ സമാഹരണം നടത്തി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ എല്ലായ്പ്പോഴും ഉണ്ട്. കൂടാതെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഇതുമൂലം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാർഷിക മേഖലയുടെ പുരോഗതിയിൽ സംഘങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും. ചെറിയ ഫാമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ച് തരിശായി കിടക്കുന്ന പ്രദേശങ്ങളെ കാർഷിക വൃത്തിക്ക് പ്രയോജനപ്പെടുത്തി അതിൽ നിന്നും
വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിൽ ഏകീകൃത പരസ്യ സംവിധാനം കൊണ്ടുവരിക. അതായത് ചിലവ് കുറക്കാനുള്ള ഒരു മാർഗമാണ് ഏകീകൃത പരസ്യ സംവിധാനം. കാരണം ഓരോ സംഘവും സർക്കാരിന്റെ വിവിധ സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് ഓരോ ബാങ്കും സ്വന്തം ഫണ്ടിൽ നിന്നും പരസ്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചിലവാണ്. സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഇതിന്റെ പരസ്യരീതിയും പൊതു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗുണകരമാവും. ജനങ്ങളിൽ പെട്ടെന്ന് സന്ദേശം എത്തിക്കുന്നതിന് ഇത്തരം ഒരു പരസ്യരീതി വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കെട്ടിടത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. കാരണം ആ ബിൽഡിങ്ങിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ നിലയിൽ ആണ് എങ്കിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ സ്റ്റെപ്പ് കയറി അവിടെ എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടിൻപുറങ്ങളിലാണ് ഓൾമോസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളും ഉണ്ടാവുക. അതുകൊണ്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി ഇത്തരം രീതികൾ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പറയാവുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ പോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേക സ്കോറിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ലോൺ കൃത്യമായി അടക്കുന്ന ആളുകൾക്ക് നല്ലൊരു സ്കോർ കൊടുക്കുന്നത് വഴി അവർ നല്ല ഒരു കസ്റ്റമർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോമൺ സോഫ്റ്റ്വെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കസ്റ്റമർക്ക് ഒട്ടും ലോൺ കൊടുക്കാൻ പാടില്ല എന്നതല്ല, മറിച്ച് റേറ്റിംഗ് നോക്കിയിട്ട് കുറഞ്ഞ റേറ്റിംഗ് ആണ് ഉള്ളത് എങ്കിൽ ചെറിയ രീതിയിലുള്ള ലോൺ മാത്രം കൊടുക്കുകയും നല്ല റേറ്റിംഗ് ആണ് എങ്കിൽ ഉയർന്ന ലോൺ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ മാക്സിമം 50,000 രൂപ വരെയാണ് പൊതുവെ കൊടുക്കുന്നത്. എന്നാൽ എല്ലാ ബാങ്കുകളും ഒരു വ്യക്തിക്ക് 50,000 രൂപ കൊടുക്കാറില്ല. ചില കേസുകളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ 20,000 രൂപയായിരിക്കും പേഴ്സണൽ ലോൺ ആയി കൊടുക്കുന്നത്. 20,000 രൂപ തന്നെ ആ കസ്റ്റമർ തിരിച്ചടക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഈ ഒരു കോമൺ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഒരു റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കസ്റ്റമേഴ്സിനെ നല്ല റേറ്റിംഗ് ഉള്ള ആളുകൾക്ക് ഉയർന്ന തുകയായ 50,000 രൂപ തന്നെ ലോൺ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ പേഴ്സണൽ ലോൺ മാത്രമായാണ് ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞത്. മറ്റ് ഒരുപാട് ലോണുകൾ ഒക്കെയുണ്ട്. ഇതേ രീതിയിൽ റേറ്റിംഗ് സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് ഓരോ ലോണും കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ റേറ്റിംഗ് എന്നുള്ളത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉള്ള അഭിപ്രായം പറയാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഗോൾഡ് ലോൺ എന്ന പേരിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ടൗൺ ഏരിയകളിൽ തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, പ്രത്യേകിച്ചും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തുകളിലാണ് ഉണ്ടാവുക. ഇത്തരം പഞ്ചായത്തുകളിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിലും അവർക്ക് ടൗൺ ഏരിയയിൽ ഒരു ബ്രാഞ്ച് തുറക്കുവാനുള്ള സൗകര്യം വേണമെന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ആ ബ്രാഞ്ചിൽ ഗോൾഡ് ലോൺ അതുപോലെ ലോക്കർ ഫെസിലിറ്റി മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. മറ്റൊരു രീതിയിലുമുള്ള ലോണുകൾ ഒരിക്കലും കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഒരുപാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഇങ്ങനെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു വരുമ്പോൾ അവിടെ സൊസൈറ്റികൾക്ക് കുറച്ചുകൂടി അവസരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഗോൾഡ് ലോൺ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അവർക്ക് ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഈ ഗോൾഡ് ലോണിന് മാത്രമായി ഒരു ബ്രാഞ്ച് അനുവദിക്കാൻ വേണ്ടി സാധിച്ചാൽ അത് വളരെയധികം നല്ലതായി തീരും. ഈ ഒരു തീരുമാനം രജിസ്ട്രാർ എടുത്താൽ മാത്രമേ നടപ്പാക്കാൻ വേണ്ടി സാധിക്കൂ. രജിസ്ട്രാർ മാത്രമല്ല, ഗവൺമെന്റ് കൂടി
തീരുമാനിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി സാധിക്കൂ. ഇതൊരു അവസരമായി നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കാര്യം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, പ്രത്യേകിച്ചും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ടൗൺ ഏരിയകളിൽ ഗോൾഡ് ലോണിന് മാത്രമായി ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുവാനുള്ള ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്രദമായി തീരും. അതുപോലെ തന്നെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ ഒരുപാട് ബ്രാഞ്ചസ് ടൗൺ ഏരിയകളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം ബ്രാഞ്ചുകൾ, അതായത് ഇത്തരം ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അവർക്ക് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു സിറ്റിയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുവാനുള്ള ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഗുണകരമായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോമൺ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ ഉത്തരം പറയാവുന്നതാണ്. അനുകൂലമായിട്ടാണ് ഉത്തരം പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ പറയാവുന്നതാണ്. കോമൺ സോഫ്റ്റ്വെയർ വരുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം ചില പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. എല്ലാവരും ഒരു പൊതു അക്കൗണ്ടിംഗ് രീതിയിലേക്ക് വരും. അതായത് ഇപ്പോൾ പല കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും വേറെ വേറെ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. കൃത്യമായ ഒരു അക്കൗണ്ടിംഗ് രീതി അല്ലാത്തത് കൊണ്ട് തന്നെ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഇത്തരം അക്കൗണ്ടിംഗ് രീതികൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ഒരു അക്കൗണ്ടിംഗ് രീതിയല്ല ഇപ്പോൾ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഉള്ളത്. എന്നാൽ ഇത്തരം കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പൊതുവായ ഒരു കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മേഖലയിൽ ഓരോ ഇടപാടുകാരന്റെയും ഇടപാടുകൾ വിശദമായി നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സിബിൽ സ്കോർ ഉള്ളതുപോലെ തന്നെ ഏത് കസ്റ്റമറും ഏതൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എന്ത് ഇടപാട് നടത്തിയാലും അതിന്റെ ഡീറ്റെയിൽസ് മറ്റൊരു ബാങ്കിൽ കിട്ടുന്നത് വഴി അവർക്ക് എത്രമാത്രം ലോൺ കൊടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം തിരിച്ചടവ് ആ ലോണിലേക്ക് ഉണ്ടാവും എന്നുള്ള ഈ രീതികൾ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പരിശോധന നടത്താവുന്നതാണ്. സിബിൽ സ്കോർ പോലെ തന്നെ ഏതൊരു ബാങ്കിലും ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ അവർ നല്ല ഒരു ഇടപാടുകാരനാണെങ്കിൽ മാക്സിമം സേവനങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കാൻ വേണ്ടി ഇത്തരം കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാവും, അതുപോലെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും. ഇത്തരം സൊസൈറ്റികളിൽ ചില ആളുകൾ ഒരേ സമയം ലോണുകൾ എടുക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും ബാങ്കുകൾ തമ്മിൽ അറിയാറില്ല. സാധാരണ പേഴ്സണൽ ലോണുകൾ ഒക്കെ 50,000 രൂപ വരെയാണ് ഒരു വ്യക്തിക്ക് അനുവദിക്കുന്നത്. ഇങ്ങനെ ഓരോ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു അതിന്റെ തിരിച്ചടവ് കൃത്യമായി നടക്കാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനെയും പഠിക്കാൻ വേണ്ടി വളരെ എളുപ്പം സാധിക്കും. അതുമാത്രമല്ല, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഓരോ ഇടപാടുകാരനും എത്രമാത്രം ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും, കൂടാതെ അനധികൃതമായി എന്തെങ്കിലും ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുവാനും സാധിക്കും. അടുത്ത പോയിന്റായി പറയാവുന്നത് പ്രാഥമിക ബാങ്കുകൾ തമ്മിൽ പരസ്പരം ഓൺലൈൻ ആയി ഇടപാടുകൾ നടത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എല്ലാ പ്രാഥമിക ബാങ്കുകളും ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുമായി കൂടിച്ചേർന്നാണ് ഫണ്ട് കൈമാറ്റം ഒക്കെ സാധിക്കുന്നത്. അതുപോലെ മറ്റ് ഇടപാടുകൾ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന് കുറച്ച് കാലതാമസം ഒക്കെ എടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എളുപ്പം സാധിക്കും. പ്രാഥമിക ബാങ്കുകൾ തമ്മിൽ പരസ്പരം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനും കൂടാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പ്രാഥമിക ബാങ്കുകൾക്ക് മാത്രമായി പ്രത്യേകം വാലറ്റ് സംവിധാനം കൊണ്ടുവരുന്നത് നല്ലതാണ്. നമുക്കറിയാം എന്താണ് വാലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ, അങ്ങനെയുള്ള പല വാലറ്റ് സംവിധാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രാഥമിക ബാങ്കുകൾ തമ്മിലുള്ള ഒരു പുതിയ കോമൺ സോഫ്റ്റ്വെയറിലൂടെ
ഒരു പുതിയ വാലറ്റ് സംവിധാനം രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ഇടപാടുകൾ എളുപ്പത്തിൽ നടത്തുവാൻ വേണ്ടി സാധിക്കും. അത്തരം വാലറ്റ് സംവിധാനങ്ങൾ അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനും അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായി അടക്കുവാനും ഒക്കെ സാധിക്കും. പ്രാഥമിക ബാങ്കുകൾ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ATM സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പ്രാഥമിക ബാങ്കുകളുടെ പ്രവർത്തനം വകുപ്പിനും സ്ഥാപനത്തിന്റെ മേലധികാരികൾക്കും നിരീക്ഷിക്കാൻ വേണ്ടി എളുപ്പം സാധിക്കും. മാത്രമല്ല, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കോമൺ സോഫ്റ്റ്വെയറിന്റെ സെർവർ ആക്സസ് ചെയ്യാൻ കഴിയുന്നത് വഴി കൃത്യമായി ഒരു നിയന്ത്രണം കോപ്പറേറ്റീവ് മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവർക്ക് അവരുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും പരിശോധിക്കാവുന്നതാണ്. തട്ടിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി കോമൺ സോഫ്റ്റ്വെയറിന് സാധിക്കും. കൂടാതെ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകൾക്ക് എളുപ്പത്തിൽ സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടി കഴിയും. കാരണം ഓരോ സൊസൈറ്റിക്കും, അതായത് വ്യത്യസ്ത സൊസൈറ്റികൾക്ക് നിലവിൽ വേറെ വേറെ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകൾക്ക് ഈ ഒരു കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇടപാടുകാർക്കും നിക്ഷേപ പിരിവുകാർക്കും ഉപയോഗിക്കാനാവുന്ന വിധത്തിൽ പ്രത്യേക ആപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം കോമൺ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഓരോ ബാങ്കിലും പ്രത്യേകം ആപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ നിക്ഷേപ പിരിവുകാർക്ക് അല്ലെങ്കിൽ കളക്ഷൻ ഏജന്റുമാർക്ക് വേറെ വേറെ ആപ്പാണ് ഓരോ ബാങ്കിലും ഉള്ളത്. കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എല്ലാ നിക്ഷേപ പിരിവുകാർക്കും കൂടാതെ ഓരോ ഇടപാടുകാർക്കും ഒരു കോമൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇടപാടുകളും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പരമാവധി ചെലവ് കുറക്കാൻ ഇതുവഴി സാധിക്കും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. RTGS, നെഫ്റ്റ്, ബിൽ പേയ്മെന്റ് പ്രാഥമിക ബാങ്കുകളിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിലവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റേതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ സഹായത്താൽ ആണ്. കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമിക ബാങ്കുകൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ്. അതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയൊക്കെ ആവശ്യമായി വരും. RTGS അല്ലെങ്കിൽ നെഫ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുമതി ആവശ്യമാണ്. അല്ലാതെ രജിസ്ട്രാറോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റോ മാത്രം തീരുമാനിച്ചാൽ അത് ഒരിക്കലും നടപ്പാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു ബാങ്കിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകാം. ഓരോ ബ്രാഞ്ചിനും ഓരോ IFSC കോഡ് നിർബന്ധമാണ്. നിലവിൽ ഫോളോ ചെയ്യുന്നത് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിന്റെ IFSC കോഡുമായി കൂടിച്ചേർന്ന് ആണ് ഇത്തരം ഫണ്ട് കൈമാറ്റം ഒക്കെ സാധിക്കുന്നത്. അതുപോലെ ഓരോ ബാങ്കിനും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകാം. ഇങ്ങനെ ഓരോ ബ്രാഞ്ചിനും വേറെ വേറെ ബ്രാഞ്ച് കോഡ് അല്ലെങ്കിൽ IFSC കോഡ് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ചെയ്താൽ പേയ്മെന്റ് ഒക്കെ സ്വന്തമായി പ്രാഥമിക ബാങ്കുകളിലൂടെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ RBI തന്നെ പത്രങ്ങളിൽ ചില വാർത്തകൾ കൊടുക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രാഥമിക ബാങ്കുകളുടെ അക്കൗണ്ടുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ RTGS അതുപോലെ നെഫ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിക്കും. അതുവഴി എമൗണ്ട് പെട്ടെന്ന് അയക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സാധാരണയായി കോപ്പറേറ്റീവ് ബാങ്കുകൾ നെഫ്റ്റ് അല്ലെങ്കിൽ RTGS സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പണം കിട്ടാൻ വേണ്ടി 2-3 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നെഫ്റ്റ് അല്ലെങ്കിൽ RTGS ചെയ്യണം എന്ന് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബാങ്കിലെ ക്ലർക്ക് അത് എൻ്റർ ചെയ്യുകയും അതിനുശേഷം മാനേജർ അത് ഓതറൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ആ ബാങ്ക് അവരുടെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ അക്കൗണ്ടിൽ കയറി പേയ്മെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ പൈസ കിട്ടേണ്ട ആൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രവർത്തനം ഇല്ലാത്ത സമയത്ത് ഇത്തരം ഫണ്ട് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആകാറുണ്ട്. അതായത് സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ അതുപോലെ ഞായറാഴ്ചകൾ ഒക്കെ ആണെങ്കിൽ ആ പൈസ കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടതായി വരാം.
അതായത് ഒരു എമൗണ്ട് സെക്കൻഡ് സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആർ.ടി.ജി.എസ് അല്ലെങ്കിൽ നെഫ്റ്റ് വഴി ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ച വരെ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കോപ്പറേറ്റീവ് ബാങ്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കോർ ബാങ്കിംഗ് സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത്രയും ഗുണകരമായി തീരും. നിങ്ങളുടെ മനസ്സിൽ മുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുതിയ കോമൺ സോഫ്റ്റ്വെയർ വരുന്നതിനോട് യോജിപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പറയാവുന്നതാണ്. ഇനി നിങ്ങൾ കോമൺ സോഫ്റ്റ്വെയറിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ പറയാവുന്നതാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഡാറ്റ മൈഗ്രേഷൻ ആണ്. കാരണം നിലവിലുള്ള ഡാറ്റ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു തലവേദന പിടിച്ച ജോലിയാണ്. അതുമാത്രമല്ല ആ പുതിയ സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും നാളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ മാറി പുതിയൊരു സോഫ്റ്റ്വെയർ വരികയും അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം സമയം ആവശ്യമുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ഇതിന് വേണ്ടി വരുന്ന ചിലവാണ്. കാരണം പുതിയൊരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ഉണ്ടാകാം. നിലവിലുള്ള സോഫ്റ്റ്വെയറിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആണ് ഈ കോമൺ സോഫ്റ്റ്വെയറിന് എങ്കിൽ മാത്രമേ അത് സൊസൈറ്റിക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാതെ നിലവിലുള്ള സോഫ്റ്റ്വെയറിനേക്കാൾ ഉയർന്ന റേറ്റ് ആണ് ഈ സോഫ്റ്റ്വെയറിന് എങ്കിൽ അത് സൊസൈറ്റിക്ക് വലിയൊരു ഭാരമായി തീരും. ഈ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിക്ക് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഉള്ള കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുകയും അവർ അത് പഠിച്ച് ചിലപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതായത് സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് ചില നിയന്ത്രണങ്ങൾ ആ സോഫ്റ്റ്വെയറിലൂടെ നടപ്പാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ കോപ്പറേറ്റീവ് മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഇത്തരം നിയന്ത്രണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നുള്ളൂ. കാരണം കോഓപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ആവശ്യമാണ്. എങ്കിലും എത്ര നാൾ ഇങ്ങനെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. അടുത്ത പോയിന്റായി പറയാവുന്നത് പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാനുള്ള കാലതാമസം. പുതിയ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഓരോ ജീവനക്കാരനും അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. 16,000-ലധികം വരുന്ന സൊസൈറ്റികളും അവയുടെ ബ്രാഞ്ചസും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീവനക്കാർ വരും. എല്ലാവരെയും ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പം പറ്റും. എന്നാൽ പുതിയ കോമൺ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അത് പഠിച്ചെടുത്ത് ചെയ്യുമ്പോഴേക്കും ഓരോ ഇടപാടുകാരനും കൂടുതൽ സമയം ബാങ്കിൽ ഇരിക്കേണ്ടി വരികയും ചെയ്യും. കൂടാതെ ഇത്തരം സോഫ്റ്റ്വെയർ ഒരുമിച്ച് ബാങ്കിലെ എല്ലാ ജീവനക്കാരെയും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രെയിനേഴ്സ് ആ പുതിയ സോഫ്റ്റ്വെയറിന്റെ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. പ്രായമുള്ള ജീവനക്കാർക്ക് പഠിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഒരു പുതിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സോഫ്റ്റ്വെയറിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ കളക്ഷൻ ഏജന്റിനെ വെച്ച് കൂടുതൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ എങ്ങനെ ബാധിക്കുന്നു? കേരളത്തിൽ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട്. ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിവിധങ്ങളായ മേഖലകളിലാണ് ഉള്ളത്. ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരുപാട് ബ്രാഞ്ചസും കേരളത്തിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രാദേശിക തലത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് മാക്സിമം ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ഡെപ്പോസിറ്റിന് കൂടുതൽ പലിശ അവർ വാഗ്ദാനം നൽകുമെങ്കിലും യാതൊരുവിധ പരിരക്ഷയും അത്തരം ഡെപ്പോസിറ്റിന്മേൽ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡെപ്പോസിറ്റിന്മേൽ ഒരു പരിരക്ഷയും
സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ DICGCയോ നൽകുന്നില്ല. അതായത് 2021 ജൂൺ 25 കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ സർക്കുലറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെൻട്രൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഒരു തരത്തിലുമുള്ള ഗ്യാരണ്ടിയും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. ഓരോ കസ്റ്റമറും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പഠിച്ച ശേഷം സ്വന്തം റിസ്കിൽ മാത്രമേ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് അതിൽ വ്യക്തമായി പറയുന്നത്. എന്നാൽ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആണെങ്കിൽ കേരള ഗവൺമെന്റ് 10 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ഡെപ്പോസിറ്റ് ബോർഡ് വഴി കൊടുക്കുന്നുണ്ട്. മുമ്പ് അത് 5 ലക്ഷമായിരുന്നു. ഈയിടെയാണ് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ആ സൊസൈറ്റി ബുദ്ധിമുട്ടിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഉയർന്ന പലിശ കസ്റ്റമറിന് കൊടുക്കുകയും ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും വഴി ശരിക്കും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവരുടെ ബിസിനസ് തുടർന്നു കൊണ്ടുപോവുക എന്ന് പറയുന്നത് സാധിക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്നും കളക്ട് ചെയ്യുന്ന പൈസ മുഴുവൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വിനിയോഗിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുമ്പോൾ ദോഷകരമായാണ് ബാധിക്കുക. ഒന്നാമത്, കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരിക്കലും ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ പരസ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നത് തടയാനോ സാധിക്കില്ല. ഒന്നാമത്, പരസ്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ചെലവാണ്. അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ബൈലോ അനുസരിച്ച് ബ്രാഞ്ചുകൾ ആരംഭിക്കാം. ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുമ്പോൾ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ കുറവ് വരാം. അതുകൊണ്ട് തന്നെ ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത് ദോഷകരമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സഹകരണ മേഖലയിൽ വരുന്ന നെഗറ്റീവ് ന്യൂസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളെ എങ്ങനെ ബാധിക്കുന്നു? ശരിക്കും ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് നഷ്ടത്തിൽ ആവുന്നത് എങ്ങനെയാണ്? പ്രധാനമായും അവിടുത്തെ ജീവനക്കാരൻ അല്ലെങ്കിൽ ഭരണസമിതി എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ മൂലമാണ്. അതുകൂടാതെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും ഒരു സൊസൈറ്റി നഷ്ടത്തിലോ അല്ലെങ്കിൽ പൊളിയാനോ സാധ്യതയുണ്ട്. ഒരേ സമയം ഒരു കൂട്ടം ആളുകൾ വന്ന് തങ്ങളുടെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ബാങ്കിന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇപ്പോൾ ഇല്ല എന്ന് ഡെപ്പോസിറ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളിലേക്കും ഈ ന്യൂസ് പെട്ടെന്ന് എത്തുകയും ബാക്കിയുള്ള എല്ലാ ആളുകളും അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്താവും? ബാങ്കിന് അവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല. ഇവിടെ ശരിക്കും ബാങ്കുകൾക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ് അതാത് ബാങ്കുകളിൽ അല്ല സൂക്ഷിക്കുന്നത്, മറിച്ച് ജില്ലാ ബാങ്കുകളിലും അതുപോലെ മറ്റ് എപെക്സ് ബാങ്കുകളിലുമാണ്. അല്ലെങ്കിൽ ഡെപ്പോസിറ്റായി ലഭിക്കുന്ന തുക വായ്പയായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഡെപ്പോസിറ്റും അതിന്റെ കാലാവധി ആകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ക്യാഷ് അതാത് ബാങ്കുകളിൽ കീപ്പ് ചെയ്യുന്നത്. രജിസ്ട്രാർ അംഗീകരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലും ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം? തങ്ങൾക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ് നിക്ഷേപിക്കാവുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ കാലാവധി ആകുന്നതിന് മുന്നേ ഒരു കൂട്ടം ആളുകൾ വന്ന് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൊടുക്കാനുള്ള സാഹചര്യം ആ സമയത്ത് കഴിയാതിരിക്കുകയും ഈ ഒരു വാർത്ത പെട്ടെന്ന് പരക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഇടയാകും. പല ആളുകളും ഇത് സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഈ ഒരു വാർത്ത ചിലപ്പോൾ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വേണമെങ്കിൽ
നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു ചെറിയ ന്യൂസ് പോലും ഇത്ര ഭീകരമാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കേരളത്തിൽ കുറച്ച് ബാങ്കുകളിൽ ജീവനക്കാർ മനഃപൂർവ്വം തെറ്റുകൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടാകും. അതുപോലെ ഭരണസമിതിയും എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടും ചിലപ്പോൾ ബാങ്കുകൾ നഷ്ടത്തിലാവാനോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എല്ലാ ബാങ്കുകളുടെയും ചില ബ്രാഞ്ചുകളിൽ ചിലപ്പോൾ നടക്കാറുണ്ടാവും. എന്നാൽ എല്ലാ ബാങ്കുകളും എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾ മാത്രമല്ല. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കാറുണ്ട്. അവിടെയൊക്കെയുള്ള വാർത്തകളും നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. എന്നാൽ കേരളത്തിലെ എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ഈ രീതിയിലാണെന്ന് ഒരിക്കലും കരുതാൻ വേണ്ടി പാടില്ല. നമുക്കറിയാം, ഓരോ വർഷവും എല്ലാ ബാങ്കുകളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് മെമ്പേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. എല്ലാ അംഗങ്ങൾക്കും ബാങ്കിന്റെ ഓഫീസിൽ ചെന്ന് തങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാവുന്നതാണ്. ചില ആളുകളുടെ അമിത ആർത്തി മൂലം ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിലെ എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഉണ്ട് എന്നത് തെറ്റായ ഒരു കാര്യമാണ്. ശരിക്കും ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അല്ലെങ്കിൽ സൊസൈറ്റികളിൽ സമയബന്ധിതമായി ഓഡിറ്റ് തീർക്കാത്തതും കൂടാതെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരം തട്ടിപ്പുകൾ ജനങ്ങളിലേക്ക് അറിയാൻ വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുന്നത്. നിയമം അനുസരിച്ച് നല്ല ഭരണസമിതിയും കൂടാതെ നല്ല ജീവനക്കാരും ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം കൈവരിക്കാൻ വേണ്ടി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാവുന്നതാണ്. അംഗങ്ങൾക്ക് കൃത്യമായ ലാഭം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ടീം ഓഡിറ്റ് സംവിധാനം വന്നുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടീം ഓഡിറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അഴിമതികളും തെറ്റുകളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും ബാധിക്കുന്നില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായും പേടിയുണ്ടാകും. തങ്ങളുടെ ഡെപ്പോസിറ്റും സുരക്ഷിതമാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. ശക്തമായ ശിക്ഷ ഇത്തരം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത് അത്ര നല്ലതല്ല. കാരണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെയുള്ള ഡെപ്പോസിറ്റ് അതുപോലെ മറ്റ് ഫണ്ടുകൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവർ എന്തു ചെയ്യും? മുഴുവൻ ഫണ്ടും അവരുടെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അവിടെയുള്ള വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. നമുക്കറിയാം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളിലാണ്. ഒരിക്കലും എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും എവിടെയാണോ അവർക്ക് പ്രവർത്തന പരിധിയുള്ളത് അവിടെ മാത്രമായിരിക്കില്ല അവർ എന്തു ചെയ്യുക? അവർക്ക് വരുന്ന ഡെപ്പോസിറ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും എല്ലാ ഡെപ്പോസിറ്റും സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നത് മറ്റ് അയൽ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടിയായിരിക്കും. അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വികസനം ഇല്ലാത്ത അവസ്ഥ വരാം. അതുപോലെ തന്നെ നമുക്കറിയാം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കേരള ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ DICGCയോ ഒരു തരത്തിലുമുള്ള ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സൊസൈറ്റികൾ
പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച പൈസ കിട്ടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നത് നല്ലതല്ല. ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇപ്പോൾ ലിക്വിഡേഷനിലാണ്. ഏറ്റവും കൂടുതൽ നേട്ടം പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്നത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണോ ഡെപ്പോസിറ്റ് ഇടാൻ ഏറ്റവും നല്ലത്? കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ് ഡെപ്പോസിറ്റ് ഇടാൻ വേണ്ടി ഏറ്റവും നല്ലത്. കാരണം കേരളത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് കേരള ഗവൺമെന്റ് 100% ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അതായത് 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് കേരള ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇപ്പോൾ അത് 10 ലക്ഷം രൂപയാക്കി ഉയർത്തി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിച്ചു വേണം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ DICGSയോ ഒരു ഗ്യാരണ്ടിയും നൽകുന്നില്ല. 2021 സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ സർക്കുലറിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം സൊസൈറ്റികളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നത് കൊണ്ട്, അതായത് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിന് DICGC ഗ്യാരണ്ടി കൊടുക്കുന്നത് പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും കൊടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നത് നല്ലതാണോ? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 അഭിപ്രായം പറയാം. ഇതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ പ്രതികൂലിച്ചോ നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ പറയണം. പക്ഷേ ഇന്റർവ്യൂ ബോർഡ് ചിലപ്പോൾ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൂടി ഉത്തരം പറയാവുന്ന രീതിയിലാണ് ഇവിടെ ഓപ്ഷൻസ് പറയുന്നത്. നിങ്ങൾ ഇതുകൂടി കേട്ട ശേഷം നിങ്ങളുടേതായ അഭിപ്രായം പറയാവുന്നതാണ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നത് നല്ലത് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പ്രവർത്തന പരിധി നിശ്ചയിക്കുമ്പോൾ പ്രധാനമായും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വരുമാനം എന്ന് പറയുന്നത് ലോൺ കൊടുത്ത് അതിൽ നിന്നുള്ള പലിശ വരുമാനമാണ്. ഇങ്ങനെ പ്രവർത്തന പരിധി നിശ്ചയിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ മേഖലയിൽ മാത്രം ഉള്ള ആളുകളിൽ ബിസിനസ് കേന്ദ്രീകരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതാത് പ്രദേശത്തുള്ള ആളുകളെ നല്ലപോലെ അറിയുന്ന ആളുകൾ ആയിരിക്കും ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുക. മാത്രമല്ല അവിടുത്തെ ജീവനക്കാരും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓരോ ലോൺ കൊടുക്കുമ്പോഴും അവർക്ക് അത് അടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും ലോണിന് അപേക്ഷിച്ച ആളുകൾക്ക് മാനേജിംഗ് കമ്മിറ്റി ലോൺ കൊടുക്കുന്നത്. പ്രവർത്തന പരിധി ഇല്ലാതെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ആളുകൾ തന്നെ എല്ലാ ബാങ്കുകളിലും പോയി ലോൺ എടുക്കുന്ന അവസ്ഥ വരും. കൂടാതെ തന്നെ അവർ ലോൺ തിരിച്ചടക്കാതെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബാങ്കുകൾ പ്രതിസന്ധിയിലാവും. കേരളത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്താൽ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അത് അറിയാൻ വേണ്ടി സാധിക്കില്ല. കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സിബിൽ സ്കോർ മാനദണ്ഡം ഇല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തന പരിധി ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ പോയി ലോൺ എടുക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തന പരിധി വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
അടുത്ത പോയിന്റായി പറയാവുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിൽ ശക്തമായ ഒരു മത്സരം ഉണ്ടാവും. പ്രവർത്തന പരിധി ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകും. കാരണം തൊട്ടപ്പുറത്തുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒക്കെ ആകർഷകമായ പലിശ ഇളവ്, അതായത് കൃത്യമായി ലോൺ അടക്കുന്ന ആളുകൾക്ക് 1% മുതൽ 1.5% വരെ ഒക്കെ പലിശ ഇളവുകൾ ബാങ്കുകൾ കൊടുക്കാറുണ്ട്. അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ കൊടുത്ത് മാക്സിമം കസ്റ്റമേഴ്സിനെ അവരുടെ ബാങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നഷ്ടത്തിലേക്ക് പോകും. ഇപ്പോൾ ഓരോ വർഷവും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. അതായത് പലവിധ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഓരോ വർഷവും പുതുതായി രൂപീകരിക്കുന്നത്. ക്രെഡിറ്റ് സംഘം മാത്രമല്ല, പല രീതിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് രൂപീകരിക്കുന്നത്. ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ മൾട്ടിമീഡിയ ഫീൽഡിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒക്കെ ചിലപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഇപ്പോൾ തന്നെ ഇവന്റ് മാനേജ്മെന്റ് എന്ന രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ സൊസൈറ്റികൾക്കും അതിനനുസരിച്ചുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ നിശ്ചയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിന് മാക്സിമം സേവനങ്ങൾ കൊടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം തുടങ്ങുന്നത്. അതിൻ്റെ മെമ്പേഴ്സിന് മാക്സിമം ഗുണകരമാവുന്ന രീതിയിൽ ബിസിനസ് ചെയ്താൽ മാത്രമേ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പോയിന്റുകൾ തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നില്ല എങ്കിൽ ബാങ്കിന് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളും ഇവിടെ പറയുകയാണ്. അതായത് ബാങ്കിന്റെ ബിസിനസ് കൂട്ടാൻ വേണ്ടി സാധിക്കും. പ്രവർത്തന പരിധി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ബാങ്കിന് ഒരുപാട് പ്രദേശത്ത് തങ്ങളുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുവാനും ഒരുപാട് സ്കീമുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാനും അതുപോലെ തന്നെ വിവിധങ്ങളായ സേവനങ്ങൾ കൊടുത്തുകൊണ്ട്, അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉള്ള സ്കീം ആയിരിക്കില്ല മറ്റുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉള്ളത്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് അനുയോജ്യമായ ലോണുകളും മറ്റ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബാങ്കിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത പോയിന്റായി പറയാവുന്നത് കൂടുതൽ ലോൺ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് പ്രവർത്തന പരിധി ഇല്ല എങ്കിൽ ഒരുപാട് പ്രദേശത്ത് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുവാനും കൂടാതെ ലോൺ കൊടുത്ത ശേഷം കളക്ഷൻ ഏജന്റുമാരെ വെച്ച് ലോണിന്റെ അടവ് കൃത്യമായി നടക്കുന്ന രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു ലോൺ ആണ് ഗോൾഡ് ലോൺ. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കും അതുപോലെ ഏറ്റവും കൂടുതൽ വായ്പ ഗോൾഡിന്മേൽ കൊടുക്കുക ഒക്കെ വഴി ഒരുപാട് കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബാങ്കിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത പോയിന്റായി പറയാവുന്നത് ഒരുപാട് പ്രദേശത്ത് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത് വഴി ബാങ്കിന്റെ ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിന് കുറച്ചധികം സമയം എടുക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ ജില്ലയിലെ ഫേമസ് ആയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ഇവിടെ നിങ്ങളുടെ ജില്ലയിലെ ഫേമസ് ആയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരല്ല ഉത്തരം ആയി പറയേണ്ടത്. മറിച്ച് കുറച്ച് ഫേമസ് ആയ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട്. അവയുടെ പേരുകളാണ് പറയേണ്ടത്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി സാധിച്ചാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. എങ്ങനെയാണ് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി കഴിയുന്നത്? ഇത് പറയാൻ കാരണം നമ്മൾ പൊതുവെ ഫേമസ് ആയ സൊസൈറ്റികൾ അല്ലെങ്കിൽ
എപെക്സ് സൊസൈറ്റികൾ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റികളുടെ ഒക്കെ പേരാണ് പറയുക. എന്നാൽ അതിനു പകരം ഇനി പറയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പ്ലസ് പോയിന്റ് ആണ്. ചോദ്യകർത്താവ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഫേമസ് ആയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരിക്കും? അതായത് നിങ്ങളുടെ ജില്ല തിരുവനന്തപുരം ആണെങ്കിൽ അവിടെ ഒരുപാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഉദാഹരണത്തിന് മത്സ്യഫെഡ്, മിൽമ ഇതൊക്കെയാണ് ഫേമസ് ആയ എപെക്സ് സൊസൈറ്റികൾ. അതുപോലെ കണ്ണൂർ ആണെങ്കിൽ അവിടെ റെയ്ഡ്കോ, റബ്കോ, എഗ്രെയിൻകോ തുടങ്ങിയ ഫേമസ് ആയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇനി കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫേമസ് ആയ ഒരു ലേബർ സൊസൈറ്റി ഉണ്ട്. ഏതാണത്? ഊരാടുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെ കുറച്ച് ഫേമസ് ആയ സൊസൈറ്റികളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ജില്ലയിലെ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ സൊസൈറ്റികളോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ പേരൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ അവിടെ ആ ബാങ്ക് എങ്ങനെയാണ് ഫേമസ് ആയത് അല്ലെങ്കിൽ അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. ഇനി ചില ഫേമസ് ആയ സൊസൈറ്റികൾ നിങ്ങളുടെ ജില്ലയിൽ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? നിങ്ങളുടെ ജില്ലയിലെ ഫേമസ് ആയ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സൊസൈറ്റികളുടെ പേര് പറയാവുന്നതാണ്. അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സെക്ടറിൽ അവാർഡുകൾ നേടിയ സൊസൈറ്റികളുടെ പേര് നിങ്ങൾക്ക് പറയാം. ഒരുപാട് അവാർഡുകൾ ഇന്റർനാഷണൽ ലെവലിലും അതുപോലെ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും കൊടുക്കാറുണ്ട്. ഇത്തരം അവാർഡുകൾ ലഭിച്ച കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരോ അല്ലെങ്കിൽ വിവിധ ബ്രാൻഡഡ് ആയ പ്രോഡക്റ്റുകൾ ഇറക്കുന്ന സൊസൈറ്റിയോ അല്ലെങ്കിൽ ഫേമസ് ആയ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയോ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ഫേമസ് ആയ ഏതെങ്കിലും സൊസൈറ്റിയുടെ പേരോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത്തരം സൊസൈറ്റികളുടെ പേര് പറയുന്നതിന് മുന്നേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാളെ ഇന്റർവ്യൂ ബോർഡ് ആ ഫേമസ് ആയ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി അത് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിയുടെ ഒരു ബയോഡാറ്റ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം ഫേമസ് ആയ സൊസൈറ്റികളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും. അവാർഡുകൾ ഒക്കെ വാങ്ങിയ ഒരുപാട് സൊസൈറ്റികൾ ഉണ്ടാവും. ഇത്തരം സൊസൈറ്റികൾ ആ അവാർഡ് വാങ്ങിച്ചത് അവർക്ക് അത്രയും നല്ലൊരു പെർഫോമൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത്തരം അവാർഡ് വാങ്ങിയ സൊസൈറ്റികളുടെ പേര് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇന്റർവ്യൂവിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കൂടാതെ ഇതിന് അനുബന്ധമായി ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ഉത്തരം പറയുമ്പോൾ ആയിരിക്കും നമ്മൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ഇന്റർവ്യൂ ബോർഡിലെ ആളുകൾ ചോദിക്കുന്നത്. ഉദാഹരണമായി കേരളത്തിൽ കോഓപ്പറേറ്റീവ് മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അവാർഡ് കൊടുക്കുന്നത്? ആർക്കാണ് അത് അവസാനമായി കൊടുത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അനുബന്ധമായി ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. എല്ലാ സൊസൈറ്റികളും അത്തരമൊരു ചോദ്യം ചോദിക്കണമെന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സൊസൈറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ സൊസൈറ്റിയുടെ പ്രവർത്തനം പറയാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റ് നോക്കാം. അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡാറ്റാബേസ് എന്ന ഒരു വെബ്സൈറ്റ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതൊരു റാങ്കിംഗ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിൽ റാങ്ക് ചെയ്യുന്നത്. അത് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിൽ അല്ലെങ്കിൽ ബ്ലോക്ക് തിരിച്ചുമായിരിക്കും ഈ റാങ്കിംഗ് നടപ്പാക്കുക. ഇത് 2025 ജനുവരി 24 ആരംഭിച്ച ദേശീയ സഹകരണ ഡാറ്റാബേസ് വെബ്സൈറ്റ് ആണ്.
ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾക്കിടയിൽ സുതാര്യത, കാര്യക്ഷമത, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കാനും അവരുടെ വിശ്വാസ്യതയും മത്സരക്ഷമതയും മെച്ചപ്പെടുത്തുവാനും ഈ സംവിധാനം സഹായിക്കുന്നു. ഇവിടെ റാങ്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും 5 കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെയാണ് ഓഡിറ്റ് കംപ്ലയൻസ്, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് ഐഡന്റിറ്റി ഇൻഫർമേഷൻ എന്നീ 5 മാനദണ്ഡങ്ങൾ കൂടിച്ചേർന്ന് 100 മാർക്കിനാണ് ഓരോ ബാങ്കിൻ്റെയും മാർക്ക് കണക്കുകൂട്ടുന്നത്. അതായത് ഓഡിറ്റ് രീതികൾ, അതുപോലെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രകടനം, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ തുടങ്ങിയ പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. ഇതിനായി ആകെ 100 മാർക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നത് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും വഴി നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ചട്ടക്കൂട് സഹായിക്കുന്നു. കൂടാതെ തന്നെ മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘങ്ങളുടെ പ്രവർത്തന രീതികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി മറ്റ് സംഘങ്ങൾക്ക് അവ മാതൃകയാക്കാനും ഈ റാങ്കിംഗ് സഹായിക്കും. നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡാറ്റാബേസ് ആണ്. അതായത് ഇന്ത്യയിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഒരു ഡാറ്റാബേസ്. അവർക്ക് വ്യത്യസ്ത റാങ്കുകൾ നേരത്തെ പറഞ്ഞ 5 മാനദണ്ഡങ്ങൾ പ്രകാരം മാർക്കിട്ടുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിലും അതുപോലെ ജില്ലാ അടിസ്ഥാനത്തിലും വേറെ വേറെ റാങ്കിംഗ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഓരോ സൊസൈറ്റിയും പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും ഗുണകരമായി തീരും. നമുക്ക് നേരെ വെബ്സൈറ്റ് എങ്ങനെ എടുക്കും എന്ന് നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ നാഷണൽ കോഓപ്പറേറ്റീവ് ഡാറ്റാബേസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന വെബ്സൈറ്റായ cooperatives.gov.in എന്ന വെബ്സൈറ്റ് എടുക്കുക. അതിൽ കോപ്പ് റാങ്കിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റേറ്റ് ലെവൽ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് എടുക്കണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോകുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നോക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബാങ്കിലുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അത്ര പരിചയമുണ്ടാവില്ല. പക്ഷേ ഇത് നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കവിടെ പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു ഇയറുണ്ട്. 2025 ഈ ഒരു പദ്ധതി തുടങ്ങിയത്. അതുകൊണ്ട് ആ വർഷത്തെ ഡാറ്റാബേസ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെ ക്വാർട്ടർ 1, 2, 3, 4 എന്നിവയുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ക്വാർട്ടർ 4 ആണ്. തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും പലവിധ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡാറ്റാബേസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പാക്സ്, ഡയറി, ഫിഷറി, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഹൗസിംഗ്, ക്രെഡിറ്റ് ആൻഡ് ത്രിഫ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങിയ സൊസൈറ്റികളുടെ ഡാറ്റാബേസാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് താഴോട്ട് പോയി കേരളം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു PDF കാണാൻ വേണ്ടി സാധിക്കും. ഇത് ക്വാർട്ടർ 4 PDF ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഓരോ ക്വാർട്ടറിലും ചിലപ്പോൾ ബാങ്കിൻ്റെ റാങ്ക് അനുസരിച്ച് മാറി മാറി വരാം. നിങ്ങൾ ഓരോ ക്വാർട്ടറിലും നിങ്ങളുടെ ബാങ്ക് എവിടെയാണ് ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു PDF
ഡൗൺലോഡായി വരും. ഇത് Q4 PDF ആണ്. ഈ ഒരു ക്വാർട്ടറിൽ 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് എടച്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനാണ്. ആ ബാങ്കിന് 51.75 മാർക്കാണ് ലഭിച്ചത്. നിങ്ങൾ എടച്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് ഉണ്ട് എന്ന് അവർ കരുതും. ഇവിടെ 1-2 പേജുകളല്ല, 275 പേജുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടി Ctrl+F അടിക്കുക. ഇനി നിങ്ങൾ മൊബൈൽ ഫോണിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ സെർച്ച് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോയത് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ആ ബാങ്കിന് 46.25 മാർക്കാണ് ലഭിച്ചത്. അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും പേര് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ക്വാർട്ടർ 2 അല്ലെങ്കിൽ 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ ക്വാർട്ടറിലും ഒരേ ബാങ്ക് തന്നെ ആയിരിക്കണം എന്നല്ല 1ാം റാങ്കൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ആദ്യത്തെ 10 റാങ്ക് ഒക്കെ ഉള്ള ബാങ്കുകളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഇങ്ങനെ ടാക്സ് മാത്രമല്ല, ബാക്കി എല്ലാ മേഖലയിലുള്ള ബാങ്കുകളുടെയും റാങ്കിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോഓപ്പറേറ്റീവ് സെക്ടറിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണോ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടോ ഉത്തരം പറയാവുന്നതാണ്. ഇതൊരു രാഷ്ട്രീയപരമായ ഒരു ചോദ്യമായാണ് പലരും എടുക്കുന്നത്. പല ആളുകൾക്കും പല ഉത്തരങ്ങൾ ആയിരിക്കും ഇതിന് പറയാൻ ഉണ്ടാവുക. പ്രധാനമായും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഗവൺമെന്റ്, അതായത് സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് KCS ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ടാണ്. നിയന്ത്രണം എന്ന് പറയുന്നത് സാമ്പത്തിക നിയന്ത്രണം ആകാം, അതുപോലെ സാമ്പത്തികപരമല്ലാത്ത നിയന്ത്രണങ്ങളും ആകാം. സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയാം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുപോലെ നിയമം പാസാക്കി ആ നിയമപ്രകാരം പ്രവർത്തനം ആരംഭിക്കുന്ന സൊസൈറ്റികളിൽ കൃത്യമായ ഓഡിറ്റ് മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും ഇത്ര ശതമാനം ഇന്ന ഫണ്ടിലേക്ക്, അതുപോലെ മറ്റുള്ള ഫണ്ടിലേക്ക് റിസർവ് മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബാങ്കിന് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി പറ്റൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാതെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ആ ബാങ്കിന് സ്വന്തം ഇഷ്ടപ്രകാരം മിനിമം റിസർവ് 15% വെക്കേണ്ടത് വേണമെങ്കിൽ അതിന് താഴെ റിസർവ് വെക്കാം. അതുപോലെ ബാക്കിയുള്ള ഫണ്ടുകൾ ഒക്കെ എന്ത് ചെയ്യാം? ചെറിയൊരു ശതമാനം മാത്രം മാറ്റിവെച്ചുകൊണ്ട് ബാക്കി പൈസ മുഴുവൻ എന്ത് ചെയ്യാം? അവർക്ക് ആവശ്യമുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ തീരുമാനങ്ങളും സൊസൈറ്റിക്ക് സ്വന്തമായി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഇനങ്ങളിൽ കൂടാതെ ഓഡിറ്റ് ഫീസ്, അതുപോലെ ഓഡിറ്റ് കോസ്റ്റ് എന്നിവയിൽ ഭീമമായ വർധനവ് വരുത്തുന്നത് സൊസൈറ്റികൾക്ക് അത്ര നല്ലതല്ല. നമുക്കറിയാം, ഓരോ സൊസൈറ്റിയും ഭീമമായ ഓഡിറ്റ് കോസ്റ്റ് ആണ് ഗവൺമെന്റിലേക്ക് അടക്കുന്നത്. സാധാരണ മറ്റ് കമ്പനികൾ അടക്കുന്നത് പോലെയുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെയുള്ളത്. അവിടെ ആരൊക്കെയാണോ ഓഡിറ്റ് ചെയ്യുന്നത്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റേഴ്സ് എത്ര പേരുണ്ട്, അവരുടെയൊക്കെ മുഴുവൻ സാലറിയും DA അടക്കമുള്ള എല്ലാ എമൗണ്ടും സൊസൈറ്റികൾ മുൻകൂറായി ഗവൺമെന്റിലേക്ക് അടക്കണം. ഇങ്ങനെ അടക്കുന്നത് ആ സൊസൈറ്റികൾക്ക് വളരെ ഭീമമായ ഓഡിറ്റ് കോസ്റ്റ് വരികയും ചെയ്യും. അതുപോലെ ഒരുപാട് ഫീസ് വർധനവാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത്. അതുപോലെ ചില സാമ്പത്തികപരമല്ലാത്ത നിയന്ത്രണങ്ങൾ
ഗവൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മേലെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത്. മാക്സിമം 3 ടേം ആയിരിക്കണം എന്നുള്ളത്. ഇത് പല കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് അഴിമതി കുറച്ചു കൊണ്ടുവരാനാണ് ഈയൊരു നിയന്ത്രണം കൊണ്ടുവന്നത് എന്നതാണ്. ഇത് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികൾക്കും ശരിയായി ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതുപോലെ ഗവൺമെന്റ് കൊണ്ടുവന്ന സാമ്പത്തികപരമല്ലാത്ത ഒരു നിയന്ത്രണമാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ 1:4 എന്നതാണ് മാനദണ്ഡം. അതായത് 4 ക്ലർക്കിനെ എക്സാമിനേഷൻ ബോർഡ് വഴി എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ പ്രമോഷൻ കൊടുക്കാം എന്നുള്ളത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ അത് ക്ലാസ് 1 വരെയുള്ള സൊസൈറ്റികൾക്ക് 1:4 എന്നതും അതിന് താഴെയുള്ള സൊസൈറ്റികളിൽ 1:2 എന്നതും ആക്കി മാറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് അനാവശ്യമായി നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനം പറയാവുന്നതാണ്. ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ നിങ്ങളോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഉത്തരം ഉപകാരപ്പെടും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോപ്പറേറ്റീവ് സെക്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണോ? ഈ ഒരു ചോദ്യം വേണമെങ്കിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കൂടുതലും നിങ്ങൾ പറയേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ല എന്നതാണ്. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന വിഷയമാണ് കോഓപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ പൂർണ്ണമായ ഒരു നിയന്ത്രണം കോഓപ്പറേറ്റീവ് മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയില്ല. വേണമെങ്കിൽ സംസ്ഥാനത്തിന് സ്വമേധയാ എന്തു ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യാം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി തീരുമാനമെടുത്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തന രീതി. ഇന്ത്യയിൽ മുഴുവൻ ഒരേ പ്രവർത്തന രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചില കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വളരെയധികം നഷ്ടത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന അതേ മാതൃകയിൽ ആയിരിക്കില്ല കേരളത്തിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല. ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് കോപ്പറേറ്റീവ് സെക്ടർ സെൻട്രൽ ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവരുന്നത് മോശമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി വേണമെങ്കിൽ ഇതിനെ അനുകൂലമായി പറയാം. അതായത് ഒരുപാട് ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെന്റ് കോപ്പറേറ്റീവ് മേഖലയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഫണ്ടുകൾ ആ രീതിയിൽ കിട്ടും എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറയാം. അതുപോലെ കോപ്പറേറ്റീവ് മേഖലയിൽ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടുള്ള ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സേവനങ്ങൾ പ്രാഥമിക ബാങ്കുകൾ വഴി ജനങ്ങൾക്ക് വേഗത്തിൽ കിട്ടാൻ വേണ്ടി സാധിക്കും. കാരണം ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം വരുന്നത് കൊണ്ട് ഇത്തരം പദ്ധതികൾ വരുമ്പോൾ നേരിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് എത്തിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് കഴിയും എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവായി പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നിയന്ത്രിക്കുന്നത് നല്ലതല്ല. പക്ഷേ ഓരോ ബാങ്കുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം ഏതാണ് അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. RBI ഡയറക്ഷൻ പ്രകാരം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആദ്യം RBI പത്രങ്ങളിൽ കൊടുത്ത നിർദ്ദേശം എന്താണ് എന്ന് നോക്കാം. 2020 സെപ്റ്റംബർ 29 നിലവിൽ വന്ന ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി നിയമം 2020 മുഖേന 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം BR ആക്ട് 1949 ഭേദഗതി ചെയ്തിട്ടുണ്ട്.
അതനുസരിച്ച് BR ആക്ട് 1949 വകുപ്പുകൾ അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കർ അഥവാ ബാങ്കിംഗ് എന്നീ വാക്കുകൾ അവരുടെ പേരുകളുടെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല. 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായത്. സെക്ഷൻ 7 ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ തങ്ങളുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 1949 BR ആക്ടിന്റെ വ്യവസ്ഥകൾ ലംഘിച്ച് ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് തത്തുല്യമായി ചില സഹകരണ സംഘങ്ങൾ അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും അല്ലെങ്കിൽ നാമമാത്ര അംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതായും RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ സഹകരണ സംഘങ്ങൾക്ക് BR ആക്ട് 1949 പ്രകാരം ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് RBI ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് പൊതുജനങ്ങളെ ഇതിനാൽ അറിയിക്കുന്നു. ഇത്തരം സഹകരണ സംഘങ്ങളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമല്ല. അത്തരം സഹകരണ സംഘങ്ങൾ ഒരു ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ജാഗ്രത പാലിക്കാനും ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് RBI നൽകിയ ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടോ എന്നും പരിശോധിക്കാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വാർത്ത പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുണ്ടാകും. RBIയുടെ നിലപാടിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? 2020 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം RBIയുടെ അനുമതിയില്ലാതെ ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ വാക്കുകൾ ഒരു സ്ഥാപനത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. പ്രധാനമായും ഈയൊരു നിർദ്ദേശം RBI കൊണ്ടുവരുന്നത് പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ സഹകരണ സംഘങ്ങൾക്ക് DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് തടയാൻ ആണ് RBI ലക്ഷ്യമിടുന്നത്. കൂടാതെ RBI പറയുന്ന മറ്റൊരു കാര്യമാണ് ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ സ്ഥാപനം RBIയുടെ കീഴിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടെയും പ്രവർത്തിക്കുന്നു എന്ന തെറ്റായ ധാരണ പൊതുജനങ്ങൾക്ക് നൽകുന്നു എന്നതാണ്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലും ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ RBIയുടെ കീഴിലുമാണ് വരുന്നത്. ഇത് അധികാര തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. ഇനി നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് നോക്കാം. സഹകരണം എന്നത് ഒരു സംസ്ഥാന വിഷയമാണെന്ന് കേരള ഗവൺമെന്റ് വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റോ രജിസ്ട്രാറോ ഇതുവരെ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്ന സംഘങ്ങളോട് പേര് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. RBIയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾക്ക് വിരുദ്ധമാണെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇത് തകർക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഈ സഹകരണ സംഘങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിനാൽ ബാങ്ക് എന്ന പേര് നിലനിർത്താൻ അനുവദിക്കണം എന്നും കേരള ഗവൺമെന്റ് വാദിക്കുന്നു. പതിറ്റാണ്ടുകളായി ബാങ്ക് എന്ന പേരിൽ പ്രവർത്തിക്കുന്നതിനാൽ പെട്ടെന്നൊരു മാറ്റം നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുമെന്ന് സഹകരണ മേഖല ഭയപ്പെടുന്നു. റിസർവ് ബാങ്കിന്റെ പത്രപരസ്യങ്ങളെ ചൂണ്ടിയാണ് ചിലർ ആശങ്ക പങ്കുവെക്കുന്നത്. RBI 2017 മുതൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള പത്രപരസ്യങ്ങൾ നൽകി വരുന്നുണ്ട്. എന്നാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും റിസർവ് ബാങ്ക് മറ്റു നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് നിലവിലുള്ള നിയമപ്രകാരവും ഭരണഘടന അനുസരിച്ചും പരിരക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിവിധ കോപ്പറേറ്റീവ് സംഘടനകളും ഈ വാദം ശരിവെക്കുന്നുണ്ട്. 2020 ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിലെ സെക്ഷൻ 3 വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്ന് ചിലർ വാദിക്കുന്നത്. എന്നാൽ പ്രസ്തുത ഭേദഗതി ബാങ്കുകൾക്ക് ബാധകമാക്കിയിട്ടുള്ളതല്ല.
അതുമാത്രമല്ല, BR ആക്ട് വരുന്നതിനു മുന്നേയും ഒരുപാട് സൊസൈറ്റികൾ ബാങ്ക് എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നത് രജിസ്ട്രാറാണ്. ഇത്തരത്തിൽ ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ ഒരിക്കലും ഇത്തരം പേരുകളിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കില്ല. കൂടാതെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റികൾക്ക് ബാങ്ക് എന്ന പേര് മാറ്റാൻ വേണ്ടി ഇതുവരെയും നിർദ്ദേശം കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ സൊസൈറ്റികൾക്ക് സ്വന്തം താൽപര്യപ്രകാരം ബാങ്ക് എന്ന പദം മാറ്റാവുന്നതാണ്. ഇതിനിടെയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അവരുടെ ബാങ്ക് എന്ന പേര് മാറ്റിയിട്ട് സംഘം എന്ന് അവരുടെ പേരിന്റെ കൂടെ ചേർത്തത്. അത് അവരുടെ സ്വന്തം തീരുമാനപ്രകാരം ആയിരുന്നു. അല്ലാതെ നിലവിൽ നിയമപ്രശ്നങ്ങൾ ഒന്നുമില്ല. റിസർവ് ബാങ്ക് ഇത്തരം പത്രക്കുറിപ്പുകൾ ഇറക്കുന്നത് ചില വ്യാജ സൊസൈറ്റികൾ അവയുടെ പേരിന്റെ കൂടെ ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത്തരം വ്യാജ സ്ഥാപനങ്ങൾക്കാണ് ഈയൊരു നിർദ്ദേശം ബാധകമായത്. RBIയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 2020 ബാങ്കിങ് റെഗുലേഷൻ ഭേദഗതി നിയമം അനുസരിച്ച് ബാങ്കുകളായി ലൈസൻസ് ലഭിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ വാക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയുന്നതിനും RBIയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ പരിരക്ഷ ലഭിക്കൂ എന്നും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ഈയൊരു നിയമം കൊണ്ടുവന്നത്. സഹകരണ സംഘങ്ങൾ പലപ്പോഴും സംസ്ഥാന നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ അംഗങ്ങളല്ലാത്തവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതുകൊണ്ടും അവ യഥാർത്ഥ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ സഹകരണ സംഘങ്ങൾ പൂർണ്ണമായും RBIയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളല്ല എന്നതാണ് പ്രധാന പ്രശ്നം. എന്നിട്ടും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിക്ഷേപങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉള്ളതുകൊണ്ടാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി പദ്ധതി. സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകർക്ക് സുരക്ഷ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. DICGC നൽകുന്ന സുരക്ഷയ്ക്ക് തുല്യമാണിത്. ചുരുക്കി പറഞ്ഞാൽ, സഹകരണ സംഘങ്ങൾക്ക് ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നത് കേരളത്തിൽ യാതൊരു നിയമതടസ്സവും ഇല്ല.